ഇന്നത്തേതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി ചിക്കൻ മേടിക്കുമ്പോൾ അതിൽ നിന്ന് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസ് എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനായി ഞാനിവിടെ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാതെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായി ഒന്ന് വറുത്ത് കോരി മാറ്റാം. 2 വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം വലുപ്പമുള്ള സവോള, ചെറിയുള്ളി ആണെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി എടുത്താൽ മതിയേ. ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇവ ഓരോന്നും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി മൂത്തൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ചൂടാറിയ ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് ചിക്കൻ്റെ പീസ് ഇട്ടതിന് ശേഷം മൂപ്പിച്ചെടുത്ത സവോള മിക്സും കൂടി ഇട്ട് കൊടുത്ത് ശേഷം ഒരു പിടി തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അതായത് മിക്സിയുടെ ബട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 3 ടൈംസ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വെള്ളമൊക്കെ ഒഴിച്ച് ഒരിക്കലും അരച്ചെടുക്കരുത്. നമ്മൾ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഒരു ഉരുളയായിട്ട് കിട്ടണം. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്, വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.